അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തെറ്റുകൾ സംഭവിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. അള്ളാഹുവിൻ്റെ പ്രത്യേക കാവലുള്ള അമ്പിയാക്കൾക്കും അവൻ്റെ ഇഷ്ടജനങ്ങൾക്കും തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള വലിയ തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. എങ്കിലും മനുഷ്യർ പലപ്പോഴും തെറ്റുകളിൽ അകപ്പെട്ടു പോകാറുണ്ട്. അങ്ങനെ തെറ്റുകളിൽ അകപ്പെട്ട് അത് പൊറുപ്പിക്കാൻ വേണ്ടി ഹജ്ജിന് പോയ ഒരു മഹാൻ്റെ ചരിത്രമാണ് ഇന്ന് ലബ്ബൈക്കയിൽ പരാമർശിക്കുന്നത്. ഖിറാഅത്തിൽ വലിയ പണ്ഡിതനായിരുന്നു മഹാനായ അബൂ അംർ റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ അരികിലേക്ക് നല്ല ഭംഗിയുള്ള ഒരു കുട്ടി ഖുർആൻ പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട്. പലപ്പോഴും പഠിക്കാൻ വരുന്നു, മഹാനവറുകൾ ഓതിക്കൊടുത്ത് പഠിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെ ഒരിക്കൽ ശൈത്വാൻ്റെ സ്വാധീനത്തിന് വഴിപ്പെട്ടുകൊണ്ട് മഹാനവറുകളും അതുപോലെ തന്നെ ഈ കുട്ടിയും ഒറ്റക്കായ ഒരു സമയം, മഹാനവറുകൾക്ക് ആ കുട്ടിയെ ഒന്ന് ചുംബിക്കാൻ ആഗ്രഹം വരികയാണ്. അങ്ങനെ ചുംബിക്കാൻ ഉദ്ദേശിച്ച ആ സമയത്ത് തന്നെ മഹാനവറുകൾ 30 ജുസ്ഉം ഹിഫ്ള് ഉണ്ടായിരുന്ന വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരേക്കും മറന്നു പോവുകയാണ്. തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, ചെയ്തിട്ടില്ല. ഖുർആൻ പഠിച്ചത് മുഴുവനും മഹാനവറുകൾ മറന്നുപോയി. വല്ലാത്ത വിഷമം, ഖേദമായി മഹാനവറുകൾക്ക്. അന്ന് മഹാനായ ഹസനുൽ ബസരി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലമാണ്. അബൂ അംർ തങ്ങൾ നേരെ ഹസനുൽ ബസരി തങ്ങളുടെ അരികിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇത് കേട്ടപ്പോൾ ഹസനുൽ ബസരി തങ്ങൾക്കും വല്ലാത്ത വിഷമം തോന്നി. അപ്പോൾ മഹാനായ ഹസനുൽ ബസരി തങ്ങൾ അബൂ അംർ തങ്ങളോട് പറയുന്നുണ്ട്, ഇപ്പോൾ ഹജ്ജിൻ്റെ സീസണാണല്ലോ, എല്ലാവരും ഹജ്ജിന് പോകുന്ന സമയമാണ്. ഹാജിമാരോട് കൂടെ നിങ്ങളും ഹജ്ജിനൊന്ന് പോകണം. എന്നിട്ട് ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവിടെയുള്ള മസ്ജിദുൽ ഖൈഫിലേക്ക് ചെല്ലണം. ആ പള്ളിയുടെ മിഹ്റാബിൽ ഒരു ഷെയ്ഖ് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഷെയ്ഖ് പല ഔറാദുകളിലും മറ്റുമൊക്കെ ആയിരിക്കും. അദ്ദേഹം തൻ്റെ ജോലിയിൽ നിന്ന് വിരമിക്കുന്നത് വരെ കാത്തിരുന്ന് ആ ജോലിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അരികിൽ ചെന്നുകൊണ്ട് നിങ്ങളുടെ സംഭവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ദുആ കൊണ്ട് ഏൽപ്പിക്കണം. ആ ഷെയ്ഖ് ദുആ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു തആല ഉത്തരം നൽകും എന്ന് മഹാനായ ഹസനുൽ ബസരി തങ്ങൾ അബൂ അംർ തങ്ങളോട് നിർദ്ദേശം കൊടുക്കുകയാണ്. അങ്ങനെ ആ നിർദ്ദേശമനുസരിച്ച് മഹാനായ അബൂ അംർ റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് പോവുകയാണ്. ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മഹാനവറുകൾ മസ്ജിദുൽ ഖൈഫ് ലക്ഷ്യമാക്കി നടന്നു. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞതുപോലെ ആ പള്ളിയുടെ മിഹ്റാബിൽ ഒരു ഷെയ്ഖ് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു. മഹാനവറുകളുടെ ഒപ്പം ഒരുപാട് അനുയായികളും ഉണ്ട്. അബൂ അംർ തങ്ങൾ പള്ളിയുടെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ മാറിയിരുന്നു കൊണ്ട് അതിങ്ങനെ വീക്ഷിക്കുകയാണ്. ആ സമയത്ത് പള്ളിയിലേക്ക് നല്ല തൂവെള്ള വസ്ത്രം ധരിച്ച നല്ല ഭംഗിയുള്ള ഒരാളിങ്ങനെ കടന്നു വരികയാണ്. ഇയാളെ കണ്ടപ്പോൾ ഷെയ്ഖും അതുപോലെ തന്നെ ഒപ്പമുണ്ടായിരുന്ന അനുയായികളൊക്കെ എഴുന്നേറ്റ് നിന്ന് സലാം പറഞ്ഞ് സ്വീകരിക്കുന്നുണ്ട്. നിസ്കരിക്കാനുള്ള സമയമാകുന്നത് വരെ അവിടെ എല്ലാവരും ഇരുന്നു. നിസ്കാരത്തിനേക്ക് ബാങ്ക് വിളിച്ചപ്പോൾ, ഇഖാമത്ത് കൊടുത്തപ്പോൾ ഈ വന്ന മനുഷ്യൻ ഇമാമ് നിൽക്കുകയും ഈ ഷെയ്ഖും അനുയായികളൊക്കെ അദ്ദേഹത്തെ തുടർന്നുകൊണ്ട് നിസ്കരിക്കുകയും ചെയ്തു. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് സലാം വീട്ടി എല്ലാവരും തിരിച്ചു പോയ സമയത്ത് പള്ളിയിൽ ആരുമില്ല. മഹാനായ അബൂ അംർ തങ്ങളും അതുപോലെ തന്നെ ഈ ഷെയ്ഖും മാത്രമായ ഒരു സമയം. മഹാനായ അബൂ അംർ തങ്ങൾ ഈ ഷെയ്ഖിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ്. അടുത്ത് പോയി നിന്ന് സലാം പറഞ്ഞ് വിഷയങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. തൻ്റെ വിഷമങ്ങൾ കേട്ടപ്പോൾ ആ ഷെയ്ഖിനും വല്ലാത്ത സങ്കടം തോന്നി. കാരണം തെറ്റ് ചെയ്തിട്ടില്ല. ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ തന്നെ അല്ലാഹു തആല എത്രയും വലിയൊരു അദാബ് കൊടുത്തില്ലേ. അങ്ങനെ ഈ ഷെയ്ഖ് മഹാനവറുകൾക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ നിൽക്കുകയാണ്. അവിടുത്തെ 2 കണ്ണും മേലോട്ട് ഉയർത്തി ആകാശത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ദുആ ചെയ്തിട്ടേ ഉള്ളൂ. ആ കണ്ണ് താഴ്ത്തിയിട്ടില്ല. അപ്പോഴേക്കും അബൂ അംർ തങ്ങൾക്ക്
ആ ദുആയുടെ ഫലമായിട്ട് മറന്നുപോയ ഖുർആൻ മുഴുവനും തിരിച്ചു കിട്ടി. ശേഷം അബൂ അംർ തങ്ങൾ പറയുകയാണ്, എനിക്ക് സന്തോഷം കൊണ്ട് ഞാൻ ആ ഷെയ്ഖിൻ്റെ മുമ്പിൽ ഇങ്ങനെ കിടന്നുരുണ്ടു, അവിടുത്തെ കാലൊക്കെ ഇങ്ങനെ പിടിച്ച് ചുംബിച്ചു. അപ്പം എന്നോട് ചോദിക്കുന്നുണ്ട്, മൻ ദല്ലക അലയ്യ വഅർശദക ഇലയ്യ, എന്നിലേക്ക് ആരാണ് നിങ്ങളെ അറിയിച്ചത്, എന്നെ ആരാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ പറഞ്ഞു, അൽ ഹസനുൽ ബസരി, ഹസനുൽ ബസരി തങ്ങളാണ് എനിക്ക് അങ്ങയെ പരിചയപ്പെടുത്തി തന്നത് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഷെയ്ഖ് ഒന്നങ്ങോട്ട് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹസനുൽ ബസരി തങ്ങളാണല്ലേ എന്നെ പരിചയപ്പെടുത്തി തന്നത്, എന്നാലേ ഹസനുൽ ബസരി തങ്ങളെക്കുറിച്ച് ഞാനും ഒരു കാര്യങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഷെയ്ഖ് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് നല്ല വെള്ള വസ്ത്രം ധരിച്ച ഒരാൾ കടന്നു വന്ന് ഞങ്ങളൊക്കെ അയാളുടെ കൂടെ നിസ്കരിക്കുകയും ഒക്കെ ചെയ്തില്ലേ, അത് ഹസനുൽ ബസരി തങ്ങളായിരുന്നു. എല്ലാ ദിവസവും മഹാനവറുകൾ ഇങ്ങോട്ട് ളുഹർ നിസ്കരിക്കാൻ വരും. അത് കഴിഞ്ഞ് പിന്നീട് ബസറയിലേക്ക് അസർ നമസ്കരിക്കാൻ എത്തുകയും ചെയ്യും. അങ്ങനത്തെ വലിയ വലിയ മഹാന്മാരുണ്ടാകുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഞങ്ങളെപ്പോലത്തെ ആളുകളെ തേടി വരുന്നത് എന്ന് ആ ഷെയ്ഖ് അബൂ അംർ തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സംഭവം മഹാനായ ഇമാം ഫരീദുദ്ദീനുൽ അത്താർ എന്നവർ അവിടുത്തെ തദ്കിറത്തുൽ ഔലിയ എന്ന കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ഇങ്ങനെയാണ്. അള്ളാഹു തആല വലിയ കറാമത്തുകൾ അവർക്ക് നൽകും, സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ചുരുക്കി കൊടുക്കും. അതുപോലെ തന്നെ അവർക്ക് വല്ല തെറ്റുകളുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദുനിയാവിൽ നിന്ന് തന്നെ അത് പൊറുപ്പിക്കാനുള്ള വഴികളും അള്ളാഹു തആല കാണിച്ചു കൊടുക്കും. അതാണ് അബൂ അംർ തങ്ങളുടെ ഈ സംഭവത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്ത് നമ്മുടെ കൽബൊക്കെ അള്ളാഹു തആല ശുദ്ധീകരിച്ച് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.